ബോളിവുഡിൽ നെപ്പോട്ടിസം എന്ന വാക്കും നെപ്പോട്ടിക് കിഡ്സിനെ കുറിച്ചുള്ള വിവാദം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആർട്ടിക്കിളുകൾ ഓൺലൈനിൽ വായിക്കാനിടയായി. അതിനകത്ത് ബോളിവുഡിൽ തന്നെ ഏതോ ഒരു ഡയറക്ടറോ മറ്റോ പറഞ്ഞു എന്ന പേരിൽ വന്ന ഒരു വാചകം, സിനിമ രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ഇൻസ്പയർഡ് ഫ്രം റിയൽ ലൈഫ്, രണ്ട് കണ്ട സിനിമകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട്. കോപ്പിയാണ് എന്നുള്ളതല്ല പറയുന്നത്. അതുപോലെ ഒരു സിനിമയായിട്ട് എനിക്ക് കാട്ടാളൻ തോന്നി. എവിടെയൊക്കെയോ നമ്മൾ ഒരുപാട് കണ്ട സിനിമകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഒരു കഥ അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? അങ്ങനെ തോന്നി എനിക്ക് കാട്ടാളൻ കണ്ടപ്പോൾ. ക്ലൈമാക്സിനോടടുക്കുന്ന ഒരു അരമുക്കാൽ മണിക്കൂർ വരെ ഇതിനകത്ത് കാര്യമായി ഒന്നും തന്നെയില്ല. ക്ലൈമാക്സിനോട് അടുക്കുന്ന ഭാഗങ്ങളിൽ മേക്കിംഗ് വൈസ് നമുക്ക് എൻജോയ് ചെയ്യാവുന്ന രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. കഥ അങ്ങനെ പുതുമ എന്ന് പറയാൻ കാര്യമായിട്ട് തോന്നിയില്ല. നമ്മൾ മായാവി മാസത്തിൽ 2 തവണ വായിച്ചിരുന്നത് കഥയ്ക്ക് പുതുമയുണ്ടാവുമെന്ന് തോന്നിയിട്ടല്ലല്ലോ. മായാവി കുപ്പി പൊട്ടിച്ച് പുറത്തു വരും, ഇല്ലന്മാരെ കൊല്ലും. അങ്ങനെ തന്നെയാണ് എല്ലാ സിനിമയും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കഥയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഓൾമോസ്റ്റ് പ്രഡിക്റ്റബിൾ കഥാഗതിയൊക്കെ തന്നെയാണ്. ഇതിനകത്തൊരു ആശ്വാസം എന്ന് പറയുന്നത് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ജഗദീഷ് എന്ന നടൻ. ആന്റണി എന്ന നടൻ എടുത്തിരിക്കുന്ന ഡെഡിക്കേഷനും അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസും വളരെ മികച്ചതായിട്ട് തോന്നിയെങ്കിലും പുള്ളി കൂടുതൽ മികച്ച സിനിമകൾ ഡിസർവ് ചെയ്യുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ പോകുന്നവർക്ക് വേണ്ടി റിവ്യൂ പറയുന്നതാണ്. സിനിമയെക്കുറിച്ച് ആത്യന്തികമായി പഠിച്ച് വിശദമായി വിശകലനം ചെയ്യാനുള്ള അറിവ് എനിക്കില്ല. എന്നിരുന്നാൽ തന്നെയും എല്ലാ സിനിമയും കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു പാവം വ്യക്തിയാണ് ഞാൻ. ഒരു സിനിമ വിജയിക്കാൻ പോസ്റ്റ് ക്രെഡിറ്റുകൾ 3-4 ഇട്ടതുകൊണ്ട് പറ്റുമോ? വളരെ മികച്ചൊരു പ്രൊഡ്യൂസർ ഉണ്ടായതുകൊണ്ട് മാത്രം പറ്റുമോ എന്നൊക്കെയുള്ളതിൻ്റെ ചോദ്യങ്ങൾ ഉയർന്നു വന്നു കാട്ടാളൻ കണ്ടപ്പോൾ. ഇതിനകത്ത് കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ ഡോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയിട്ട് ഡോണായിട്ട് കാണിക്കുന്ന വ്യക്തിയെ കണ്ടപ്പോൾ ആ ബിൽഡപ്പ് മുഴുവൻ തകർന്നു വീണു. ഈ സിനിമ ഭയങ്കരമായ മാർക്കോ പോലുള്ളൊരു സിനിമ മലയാളികൾ പ്രത്യേകിച്ചും ഒരു തവണയെ സഹിക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ മാർക്കോയുടെ അത്ര പോലും മേക്കിംഗ് വാല്യൂ ക്വാളിറ്റിയോ ഇല്ലാത്ത ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ക്യാമിയോസിന്റെ ഡീറ്റെയിൽസ് പോലും ഫസ്റ്റ് ഡേ തന്നെ റിലീസ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ എന്ന് തോന്നിപ്പോയി. കാണണമെങ്കിൽ കാണാവുന്ന സിനിമയാണ് കാട്ടാളൻ.